ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹോം വേൾഡ്. ഇതെന്താണെന്നായിരിക്കും അല്ലേ എല്ലാവരും അതിശയത്തോടെ നോക്കുന്നത്. ഒന്നുമില്ല, ഇന്ന് ഗാർഡൻ വീഡിയോ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നാലോചിച്ച് അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് പാലിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഗീ ഉണ്ടാക്കാം, നെയ്യ് ഉണ്ടാക്കാം ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഹോം വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ഏത് വീഡിയോസ് വേണമെങ്കിലും ഇടാലോ. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്തത്. ഞാൻ വലിച്ചു നീട്ടി വീഡിയോ ലോങ് ആക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ എങ്ങനെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് പാലിൽ നിന്ന് ഗീ ഉണ്ടാക്കാമെന്നുള്ള സ്റ്റെപ്പിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് അന്നുള്ള പാല് അന്നന്ന് കാച്ചുക. സിമ്മി വെച്ച് വേണം കാച്ചാൻ. സിമ്മി വെച്ച് കാച്ചി ഇതേപോലെ ഒരു പാട കെട്ടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാൻ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പിറ്റേന്നാവുമ്പോൾ തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ. പിറ്റേന്നാകുമ്പോൾ ഇതേപോലെ നല്ല പാട കിട്ടും. നമുക്ക് അത്യാവശ്യം 1 ലിറ്റർ പാലിൽ നിന്ന് അത്യാവശ്യം കുറേ പാട ഇതേപോലെ നിറയെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കടയിലെ പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, വീട്ടിലെ പാലാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്ന പാട എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നെയാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ നേരത്തെ പാട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിപ്പോൾ 1 മാസത്തെ പാടമുണ്ട്. അപ്പോൾ നമ്മൾ അതിനായി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു, വീണ്ടും ഉരുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് എളുപ്പമാണ്, സിമ്പിളാണ്. അങ്ങനെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് പാത്രം ഞാനൊന്ന് മാറ്റിയായിരുന്നു, അതിൽ കൊള്ളത്തില്ലായിരുന്നു, അത്യാവശ്യം നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഗീ എന്ന് പറയുന്നത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ദിവസവും 1 സ്പൂൺ വെച്ച് നമുക്ക് ഈ ഗീ കുടിക്കാവുന്നതാണ്. ഫുഡിൻ്റെ കൂടെ ആയാലും വിത്തൗട്ട് ഫുഡിൻ്റെ കൂടെ ആയാലും നല്ലതാണ്. ഇത് എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനും പിന്നെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. നമ്മളെ സ്കിന്ന് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വച്ചേക്കാൻ സഹായിക്കും. നാച്ചുറൽ മോയ്സ്ചറൈസറാണ് നമ്മളെ സ്കിന്നിന്. നമുക്ക് ചുമ്മാ എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതുള്ളതേ ഉള്ളൂ. പിന്നെ ഗട്ട് ഇമ്പ്രൂവ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതിന് അത്യാവശ്യം കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഗീ. അപ്പോൾ ഇതാണ് നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടാറ്. നേരത്തെ കാണിച്ചില്ലേ, അതിപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കുപ്പിയിലോട്ടാക്കി അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു. നമുക്ക് 2 കുപ്പി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും സിമ്പിളാണ് ഗീ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നണം ഈ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.